നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ തിരിച്ചെത്തിയാൽ അവരെ ജയിലിലേക്ക് അയക്കുമെന്നും ശിക്ഷ നടപ്പാക്കുമെന്നും ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഷമാ ഒമൈദ് ഇസ്ലാം. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശിൽ വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന 2024 ഓഗസ്റ്റിലാണ് അവിടെ നിന്നും പലായനം ചെയ്തത്. യുവാക്കളുടെ നേതൃത്വത്തിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം വ്യാപകമായതോടുകൂടിയാണ് സർക്കാരിന് പടിയിറങ്ങേണ്ടി വന്നത്. അവിടെ നിന്നും ജീവനും കൊണ്ട് ഷെയ്ഖ് ഹസീന ഓടുകയായിരുന്നു. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ് അവിടെ നിന്നും ഷെയ്ഖ് ഹസീനയെ രക്ഷിച്ചു കൊണ്ടുവന്നത് എന്ന സൂചനയുണ്ട്. അങ്ങനെയാണ് അന്നു മുതൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ താമസിച്ചു വരികയാണ്. ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുകയാണ്. തുടർന്ന് ഇടക്കാല സർക്കാർ അവിടെ ബംഗ്ലാദേശിൽ അധികാരമേറ്റു. ആ ഇടക്കാല സർക്കാരിൻ്റെ മുഖ്യ അജണ്ട എന്നത് ബംഗ്ലാദേശിനെ ഒരു പൂർണ്ണ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ ആക്രമണം നടന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് ബംഗ്ലാദേശിൽ ഹിന്ദു വിരുദ്ധ കലാപം ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയതിന് ശേഷം ഹിന്ദുക്കളെ കടന്നാക്രമിക്കുകയും ഹിന്ദുക്കളെ വംശഹത്യ നടത്താനും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിച്ചു. മുഹമ്മദ് യൂനസ് ആയിരുന്നു പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ മുഖ്യ ഉപദേഷ്ടകനെങ്കിലും ഭരണത്തിൽ നിർണായകമായ സ്വാധീനം വഹിച്ചത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളും ചേർന്നാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി തുടർന്നു വന്ന ഇടക്കാല സർക്കാരിൻ്റെ കാലത്ത് ഹിന്ദുക്കൾക്കെതിരെ വലിയ ആക്രമണം നടത്തിയത്. ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു. എന്നാൽ അവരെ പുറത്താക്കി നിലവിൽ വന്ന ഇടക്കാല സർക്കാർ ഇന്ത്യയെ വലിയ ശത്രുവായിട്ടാണ് കണ്ടത്. പാകിസ്ഥാനും ബംഗ്ലാദേശും ആജന്മ ശത്രുക്കളായിരുന്നു. പക്ഷേ ഷെയ്ഖ് ഹസീന മാറിയതിനു ശേഷം ബംഗ്ലാദേശ് പാകിസ്ഥാനോട് അടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ പിന്നീട് ബംഗ്ലാദേശ് ചെയ്യാൻ ആരംഭിച്ചു. ഇന്ത്യ തിരിച്ചും ചെയ്തു. രാജ്യത്തിനകത്ത് അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശ് പൗരന്മാരെ കണ്ടെത്തി ഇന്ത്യ ഇപ്പോൾ തിരിച്ചയച്ചു കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. ആ തിരിച്ചയക്കലിന് ആക്കം കൂട്ടിയത് ബംഗ്ലാദേശിലെ ഈ ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ തകർച്ചയും ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളുമാണ്. ഇന്ത്യ വിരുദ്ധ തീവ്രവാദ സംഘടനകൾപ്പെട്ട കൊടും ഭീകരന്മാരെ ജയിൽ മോചിതരാക്കുകയും അതിർത്തി പ്രദേശങ്ങളിൽ ഈ ഭീകരന്മാർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ അനുവാദം കൊടുക്കുകയും ചെയ്തു ഇടക്കാല സർക്കാർ. 1971 ബംഗ്ലാദേശും പാകിസ്ഥാനും രണ്ടായി മാറുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ആജന്മ ശത്രു രാജ്യങ്ങളായിരുന്നു രണ്ടു രാജ്യങ്ങളും. എന്നാൽ 2024 ശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിൽ അടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതായത് ബംഗ്ലാദേശിൻ്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്മാർ പാകിസ്ഥാൻ സന്ദർശിക്കുന്നു. പാകിസ്ഥാൻ്റെ സൈനിക ഉദ്യോഗസ്ഥന്മാരും ISIയുടെ ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ബംഗ്ലാദേശും സന്ദർശിക്കുന്നു. ഈ സന്ദർശനങ്ങളിലെല്ലാം നടന്നത് ഇന്ത്യ വിരുദ്ധ ഗൂഢാലോചനയാണ് എന്ന് ഇന്ത്യക്ക് കൃത്യമായി മനസ്സിലാകുന്നു. പാകിസ്ഥാൻ ഭീകര സംഘടനയിൽപ്പെട്ട ചില ആളുകളെ ബംഗ്ലാദേശിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ കൊണ്ടുവന്നുവെന്നും അവിടെ അവർ ഭീകരവാദ റിക്രൂട്ട്മെൻറ്റും അതുപോലെ തന്നെ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുവെന്നും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് അന്ന് വിവരം ലഭിച്ചിരുന്നു. ഇതോടുകൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി. ഓപ്പറേഷൻ സിന്ദൂർ ചെന്നു കൊണ്ടത് പാകിസ്ഥാൻ്റെ ഹൃദയത്തിലാണെങ്കിലും ഭയന്ന് വിറച്ചത് ബംഗ്ലാദേശാണ്. പിന്നീട് ബംഗ്ലാദേശ് അത്ര കണ്ട് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ തുനിഞ്ഞില്ല. പക്ഷെ പിന്നീട് മുഹമ്മദ് യൂനസും സംഘവും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയെ വിഘടിപ്പിക്കുമെന്ന തരത്തിലുള്ള പ്രസ്താവനകളും മറ്റും നടത്തി. അതായത് ചിക്കൻ നെക്ക് പിടിച്ചുകൊണ്ട് വടക്ക് കിഴക്കൻ മേഖലകളെ സ്വതന്ത്രമാക്കുമെന്നുവരെ ബംഗ്ലാദേശിലെ ചില മതമൗലികവാദ സംഘടനകൾ പറഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അത്ര കണ്ട് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ബംഗ്ലാദേശിന് കഴിഞ്ഞില്ല. കാരണം അത്രമാത്രം ശക്തമായ ആക്രമണമാണ് പാകിസ്ഥാനുമേൽ നടത്തിയത്. ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തിയാൽ അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നാൽ ബംഗ്ലാദേശും പാകിസ്ഥാനെ പോലെ അടിയേറ്റുവാങ്ങുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ BNP ഈ ഇടക്കാല സർക്കാരിനെ പോലെ അത്ര കണ്ട് ന്യൂനപക്ഷ വിരുദ്ധരായിരുന്നില്ല. ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ചെറുക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു. പക്ഷേ ഈ അടുത്ത കാലത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ അത് ബംഗ്ലാദേശിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. 10,000-ഓളം അനധികൃത ബംഗ്ലാദേശികളെയാണ് ഇന്ത്യ ബംഗാളിൽ നിന്ന് പുറത്താക്കിയത്.
തുടങ്ങിയത്. ഏതാണ്ട് 2000-ഓളം ബംഗ്ലാദേശികൾ അസമിൽ നിന്ന് പുറത്തായി എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അനധികൃത കുടിയേറ്റം അവസാനിപ്പിച്ച് ബംഗ്ലാദേശികളെ ഇന്ത്യ നാടുകടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അന്ന് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സർക്കാരിൻ്റെ നയം എന്നത് തീർച്ചയായും ഷെയ്ഖ് ഹസീനയെ രാജ്യത്തിന് വേണമെന്ന് തന്നെയാണ്. പക്ഷേ ഇതിനായി ഇന്ത്യയെ അങ്ങനെ അങ്ങ് നിർബന്ധിക്കില്ല. മുഹമ്മദ് യൂനസ് സർക്കാർ ഇന്ത്യയുമായിട്ടുള്ള കച്ചവടമടക്കം അവസാനിപ്പിച്ചുകൊണ്ട് പ്രതികരിച്ചു. ഷെയ്ഖ് ഹസീന ഒരു വിഷയമാണ്, അത് അവിടെ ഇരിക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ വ്യാപാര ബന്ധം അത് മെച്ചപ്പെടണമെന്ന് ബംഗ്ലാദേശ് തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ത്യയും അതിനനുകൂലമായ തീരുമാനമെടുക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സ്വമേധയാ ബംഗ്ലാദേശിലേക്ക് പോകാൻ ഷെയ്ഖ് ഹസീന തയ്യാറെടുക്കുന്നത്. ഡിസംബറോടുകൂടി ബംഗ്ലാദേശിൽ എത്താനാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ പദ്ധതിയിടുന്നത്. എന്നാൽ നേരെ പോകുന്നത് ജയിലിലായിരിക്കുമെന്നും അവിടെ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും പുതിയ സർക്കാർ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.